ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അതാ ഞാൻ കർക്കിടകത്തിൽ മരുന്ന് കുടിക്കാൻ പോയതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ രാവിലെ തന്നെ എടുത്ത കുറച്ച് വീഡിയോ ആണ് ഇതിപ്പോൾ പുറത്തേക്ക് എൻ്റെ കൊലായി വന്നെടുത്ത വീഡിയോ ആണ് കേട്ടത്. ഇപ്പോൾ അരിപ്പൊടിയാണ് നമുക്ക് പൊടിക്കുന്നത്. അപ്പോൾ ഇന്ന് അരിപ്പൊടി പൊടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ഉദ്ദേശത്തുമ്പിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അരിപ്പൊടി പൊടിക്കാൻ പോവുക. നമ്മളെല്ലാ സാധനം വാങ്ങിക്കൊണ്ട് വെച്ചിട്ടോ. ഒരു ദിവസം ഞാനിവിടെ നിന്നിട്ടാണ് പിറ്റേ ദിവസം അരി പൊടിച്ചതും കൊണ്ട് പോകുന്നത്. നമ്മളെ അടുക്കളൻ്റെ ഭാഗമാണ് ഇട്ടത്. മൊത്തം ഇങ്ങനെ മഴ പെയ്തിട്ട് ആ തിണ്ടൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ പുറത്തേത്തെ അടുക്കള വന്നിട്ടത്. ഇത് പഴയ സോഫാണ്. അതെടുത്ത് ഉമ്മ അടുക്കളയിലേക്ക് കൊണ്ടിട്ടതാണ്. അതൊന്നും നോക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അരി പൊടിക്കാനുള്ളൊരു ചെറിയൊരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഉമ്മ ചോറിനുള്ള വെള്ളം പറഞ്ഞ് ആദ്യം തന്നെ നമുക്ക് ചോറും കറിയൊക്കെ ആടാക്കി വെച്ചതിന് ശേഷം അരി പൊടിക്കാൻ നിൽക്കാമെന്ന്. അത് നന്നായിട്ട് പൊടിക്കുന്നേരം പെട്ടെന്ന് കയ്യല്ലോ. അപ്പോൾ ഇതാ ഉമ്മ ചോറിനുള്ള വെള്ളം ഇട്ടിട്ടുണ്ട്. അതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മീൻ നെത്തളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മീൻ കറിയും വെച്ച് മീൻ മുളകിട്ടതും അതുപോലെ തന്നെ മോര് കറിയാക്കിന് പിന്നെ മീൻ പൊരിച്ചതാണ് കേട്ടോ. വേറെ ഒന്നും ആക്കുന്നില്ല. അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്ത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളിവിടെ അരി പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പയറ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ നല്ല ജീരകം, കരിഞ്ജീരകം, എള്ള്, അതുപോലെ തന്നെ മഞ്ഞൾ, കുരുമുളക് അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ അരി പൊടിക്കുക. പിന്നെ മരുന്ന് കാര്യങ്ങളൊന്നും അതിൽ ചേർക്കൂല. ഇങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ ചേർക്കും. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കും കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. കർക്കിടകത്തിൽ കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു സംഭവം കൊടുത്താൽ നമുക്കും കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കറണ്ട് വന്നും പോയൊക്കെ കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം പൊടിക്കാൻ നിൽക്കാത്തത് കേട്ടോ. ഇപ്പോൾ ഇത് ഓരോന്നോരോന്ന് നമ്മൾ പുറത്തേക്ക് എടുത്തുകട്ടെ. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കാൻ നോക്കിയത്. ഒരു കണക്കിലും കെട്ട് കഴിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞേരം ഞാൻ ഉമ്മ എല്ലാ സാധനം എടുത്ത് വെച്ച് തരാമെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ബാക്കിയുള്ളത് ചോറ് വെന്ത അടുപ്പത്ത് ഉമ്മ മീൻമുളക് ഇട്ടിക്കും. നെത്തളാണ് കേട്ടോ. അപ്പം മീൻമുളക് ഇടാനുള്ള മസാല അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അയിമ തന്നെയാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇതാ അരിയാണ് ഫസ്റ്റ് വറുത്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഊറ്റിയിട്ടതാണ് കേട്ടോ. നമ്മൾ കഴുകിയിട്ട് ഇതുപോലെ ഊറ്റി വെക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ ഊറ്റിയെടുത്താൽ ഉമ്മാക്ക് വറുത്തെടുക്കാൻ ഇതാണെന്നല്ല. അപ്പോൾ വറക്കാനുള്ള വേറെ ആൾ വരും എന്ന് പറഞ്ഞു. പക്ഷേ വരാൻ ലേശം നേരം വൈകിട്ട്. അപ്പോൾ പറഞ്ഞ് കറണ്ട് പോയ ഇടങ്ങാറല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഉമ്മ വറുത്തെടുക്കാന്ന്. അപ്പോൾ അതിലേക്ക് ഇട്ടാൽ പോരേന്നൊക്കെ ചോദിക്കാന്ന് കേട്ടോ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ വറുത്തോ, ഞാൻ പൊടിക്കാന്നൊക്കെ പറഞ്ഞ്. എനിക്കിത് വറുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അന്നേരം ഉമ്മ ഈ ഒരു പാകത്തിൽ ഉമ്മമാരാകുന്നേരം ആ പാകത്തിൽ ഉമ്മ വറുത്തരില്ല. അപ്പോൾ ഉമ്മമാരുള്ള കാലത്തോളമൊക്കെ ഉണ്ടാവും നമ്മളെ ഈ ശരീരത്തിൻ്റെ കെയറിങ് ഒക്കെ അല്ലേ. അല്ലാണ്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരില്ല ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ലൈക്ക് അടിച്ചാലാണ് നമ്മളെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തിട്ട് പോകും കേട്ടോ, മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതാ നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങളെല്ലാം കെട്ടുന്ന ഉമ്മ എടുത്ത് പുറത്തേക്ക് വെച്ചിന് കേട്ടോ. അപ്പോൾ അവിലുണ്ട്, മമ്പയറാണ് ഞാൻ കാണിച്ചത്, പിന്നെ കടല, പിന്നെ കരിഞ്ജീരകമാണിത്, പിന്നെ നല്ല ജീരകമുണ്ട്, എള്ളുണ്ട്, കറുത്ത എള്ളാണ് ഇട്ടത്, പിന്നെ നമ്മളെ മുത്താറില്ലേ അതാണ്, പിന്നെ നിലക്കടലുണ്ട്, പിന്നെ ചെറുപയർ, പിന്നെ മുതിര, ഏലക്കായുണ്ട്, ഉലുവ ഉണ്ട്, പിന്നെ ശർക്കര, പിന്നെ എള്ളല്ല കേട്ടോ, ചുക്ക് അതുപോലെ തന്നെ മഞ്ഞളുണ്ട്, പിന്നെ നമ്മൾ ഇതിൽ കുരുമുളക് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് അവിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് വറുത്തരാന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. ഈ ഒരു പാത്രത്തിലാകുന്നേരം പെട്ടെന്ന് തന്നെ അവിൽ വറുത്തെടുക്കാൻ പറ്റും. ശേഷം അധികം തന്നെ ഉണ്ടല്ലോ. അപ്പം 500 ചാന്ന് കേട്ടോ എല്ലാ കാര്യങ്ങളും വാങ്ങിയത്. അല്ല പയറ് വർഗ്ഗങ്ങളൊക്കെ 250, ബാക്കിയൊക്കെ 500 ചാന്ന് കേട്ടോ വാങ്ങിയത്. പിന്നെ ശർക്കര കുറച്ചധികം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വറുക്കണം കേട്ടോ. എന്നാലും ആ ഒരു പൊടിക്കൊരു ഒരു ടേസ്റ്റ് ഉണ്ടാകും. കരിഞ്ഞാൽ പിന്നെ ഈ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ കറുത്ത. അപ്പോൾ ഉമ്മ അരിയൊക്കെ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉമ്മ അരി വറുക്കുന്ന നേരം കൊണ്ട് ഞാൻ അവിടെ അവിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കുറേശ്ശെ ഞാൻ ഇത് പൊടിച്ചെടുക്കട്ടെ.
ഇനിയിപ്പോൾ ഇതാ അമ്മ മുത്താറി കഴുകിയിട്ട് അത് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അരി ഉമ്മ വറുത്തെടുത്താന്നേ. അരി വറുത്തെടുത്തതിന് ശേഷം മുത്താറി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് ചോളം ഇങ്ങനെ പൊട്ടുന്ന പോലെ പൊട്ടി വരും കേട്ടോ നമ്മളിങ്ങനെ വറുക്കുന്ന സമയത്ത്. അപ്പോൾ മുഴുവനായിട്ടും ഉമ്മ വറുത്ത് തന്ന് ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ പൊടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓരോ സംഭവങ്ങളും ഇങ്ങനെ കഴുകുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ കഴുകി കൊടുക്കും, അതിനനുസരിച്ച് ഉമ്മ വറുത്തെടുക്കും കേട്ടോ. പിന്നെ അടുപ്പിൽ തീയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ നമുക്ക് വറുത്തെടുക്കാൻ. അരിയും അവിലും പൊടിച്ച് വെച്ചതാണ്. ഞാൻ പൊടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറേശ്ശെ വീഡിയോ എടുക്കലാന്ന് കേട്ടോ. അപ്പം മുഴുവനായിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്ന് വറുക്കുന്നതിനനുസരിച്ച് ഇതേപോലെ തരിപ്പയിൽ തള്ളിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ചെറുപയർ വറുത്ത് തണിയാൻ വെച്ചിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് വറുത്ത് കൊടുക്കുന്നത്. പിന്നെ ഉലുവ ഞാൻ കഴുകാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോന്നോരോന്ന് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിപ്പോൾ നല്ല ജീരകമാണ്, ഞാനിപ്പോൾ കഴുകി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ പൊടിക്കുന്നതിനനുസരിച്ച് ഉമ്മ ഇത് കഴുകി തരും, വറുത്ത് തരും. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വേറെ വേറാക്കിയതാണ്. ഇതിപ്പോൾ എനിക്ക് പയറുവർഗ്ഗങ്ങൾ ചേർക്കാണ്ടാണ് പൊടിച്ചേട്ടോ. കാരണം എനിക്ക് അലർജീൻ്റെ പ്രശ്നമുള്ളതിനെ കൊണ്ട് ബാക്കിയുള്ളത് വലിയ വട്ടയിലുള്ളതൊക്കെ മുഴുവനായിട്ടും പിന്നെ മറ്റുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ ചേർത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. അപ്പോൾ അതാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വറുത്ത് വെച്ചത് അങ്ങനെ ഇതിലൊക്കെ ശർക്കര ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊന്നും ഞാൻ വറുക്കുന്നതും പൊടിക്കുന്നതൊന്നും കാണിച്ചില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.